ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ട പ്രവാചകന്റെയും അനുചരന്മാരുടെയും സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും കഥ ഇവിടെ മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുന്നു. അങ്ങനെ ആകാശഭൂമികളുടെ നാഥനായ അല്ലാഹുവിൽ നിന്നുള്ള ആ കൽപ്പന വന്നു, യുദ്ധത്തിനുള്ള കൽപ്പന. ക്രിസ്താബ്ദം 624, അതായത് ഹിജ്റ 2-ാം വർഷം, വിശുദ്ധ റമദാൻ മാസം 17-ാം തീയതി. മദീനയിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയുള്ള ബദർ എന്ന ചരിത്രഭൂമി ഒരു വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. മക്കയിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ഖുറൈശികൾ അന്യായമായി കണ്ടുകെട്ടിയിരുന്നു. ഈ അനീതിക്ക് മറുപടിയായാണ് സിറിയയിൽ നിന്ന് വരികയായിരുന്ന അബൂ സുഫ്യാന്റെ കച്ചവട സംഘത്തെ തടയാൻ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ആവശ്യപ്പെടുന്നത്. വിവരമറിഞ്ഞ മക്കയിലെ ഖുറൈശികൾ മുസ്ലിങ്ങളെ അടിച്ചമർത്താനായി വൻ സൈന്യവുമായി ബദറിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൈന്യത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഭരണാധികാരിയും നൽകാത്തതായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും നിങ്ങൾ ഉപദ്രവിക്കരുത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ തൊട്ടുപോകരുത്. നിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരോടും നിങ്ങളുടെ സ്വത്തുക്കൾ കവർന്ന് സമ്പന്നരായവരോടും മാത്രം പോരാടുക. അങ്ങനെ യുദ്ധകളത്തിൽ ഇരുവിഭാഗവും മുഖാമുഖം നിന്നു. ഒരു വശത്ത് വെറും 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമുള്ള 313 മുസ്ലിങ്ങൾ. മറുവശത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ സർവായുധ വിഭൂഷിതരായി വന്ന 1000-ഓളം വരുന്ന വൻ ഖുറൈശി സൈന്യം. മനുഷ്യസാധ്യമായ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പ്രപഞ്ചനാഥന്റെ കൽപ്പന പ്രകാരം ആകാശത്തുനിന്ന് 1000-ഓളം മലക്കുകൾ മുസ്ലിങ്ങളെ സഹായിക്കാനായി ഇറങ്ങിവന്നു. അച്ചടക്കവും അടിയുറച്ച വിശ്വാസവും കൊണ്ട് മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ ചരിത്രപരമായ വിജയം നേടി. ശത്രുക്കളുടെ തലവനായ അബൂജഹൽ ഉൾപ്പെടെ 70-ഓളം പ്രമുഖർ ആ മണ്ണിൽ വധിക്കപ്പെട്ടു. 70-ഓളം പേർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവായി ഈ ദിനം മാറി. യുദ്ധത്തിന് ശേഷം ലോകം കണ്ടത് പ്രവാചകന്റെ ഉദാത്തമായ കാരുണ്യമായിരുന്നു. പിടിക്കപ്പെട്ട തടവുകാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യന്തം മാന്യമായി പെരുമാറി. അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും നൽകി. ധനികരായ തടവുകാരെ മോചനദ്രവ്യം വാങ്ങി മോചിപ്പിച്ചപ്പോൾ പണമില്ലാത്ത എന്നാൽ എഴുത്തും വായനയും അറിയാവുന്ന തടവുകാരോട് 10 മദീനക്കാരായ കുട്ടികളെ വീതം പഠിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അത് നിർവഹിച്ചവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവമായിരുന്നു. ഈ വിജയത്തോടെ മറ്റ് അറബ്യൻ ഗോത്രങ്ങൾ മുസ്ലിങ്ങളോട് സഖ്യത്തിലാകാൻ താൽപ്പര്യം കാണിച്ചു. യുദ്ധമുതലുകൾ സൈനികർക്കിടയിലും മദീനയിലെ ദരിദ്രർക്കിടയിലും കൃത്യമായി വീതം വെച്ചു. പക്ഷേ ബദറിലെ കനത്ത പരാജയം മക്കയിലെ ഖുറൈശികൾക്ക് വലിയ അപമാനമായിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാനായി അവർ തൊട്ടടുത്ത വർഷം, അതായത് ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസത്തിൽ 3000 പേരടങ്ങുന്ന വൻ സൈന്യവുമായി മദീനയിലെ ഉഹ്ദ് മലയടിവാരത്തിലേക്ക് പുറപ്പെട്ടു. അതാണ് ചരിത്രപ്രസിദ്ധമായ ഉഹ്ദ് യുദ്ധം. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് തുടക്കത്തിൽ 1000 പേരുണ്ടായിരുന്നെങ്കിലും കപടവിശ്വാസിയായ അബ്ദുല്ലാഹിബ്നു ഉബയ്യും കൂട്ടരും 300 ആളുകളുമായി വഴിയിൽ വെച്ച് പിന്മാറി. അതോടെ മുസ്ലിങ്ങളുടെ എണ്ണം 700-ആയി ചുരുങ്ങി. യുദ്ധഭൂമിയിൽ ശത്രുക്കൾ പിന്നിലൂടെ ആക്രമിക്കാതിരിക്കാൻ ഉഹ്ദ് മലയിടുക്കിൽ പ്രവാചകൻ 50 അമ്പെയ്ത്തുകാരെ കാവൽ നിർത്തി. യാതൊരു കാരണവശാലും ജയിച്ചാലും പരാജയപ്പെട്ടാലും എൻ്റെ അനുവാദമില്ലാതെ ആ സ്ഥാനം വിട്ടുപോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി കൽപ്പിച്ചു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ ശക്തമായി പോരാടുകയും ഖുറൈശികൾ ഭയന്നോടാൻ തുടങ്ങുകയും ചെയ്തു. ശത്രുക്കൾ പിന്മാറുന്നത് കണ്ടപ്പോൾ മലമുകളിൽ കാവൽ നിന്നിരുന്ന അമ്പെയ്ത്തുകാരിൽ ഭൂരിഭാഗം പേരും പ്രവാചകന്റെ കൽപ്പന മറന്ന് യുദ്ധമുതൽ ശേഖരിക്കാനായി താഴേക്കിറങ്ങി വന്നു. ഈ ഒരു സുപ്രധാന പിഴവ് തക്കം പാർത്തിരുന്ന ഖുറൈശി കമാൻഡർ ഖാലിദ് ബിൻ വലീദ് മുതലെടുത്തു. അദ്ദേഹം തന്റെ കുതിരപ്പടയുമായി മലയിടുക്ക് ചുറ്റിവന്ന് മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് അപ്രതീക്ഷിതമായി ആക്രമിച്ചു. അതോടെ മുസ്ലിം സൈന്യം ചിതറിപ്പോവുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വ്യാജവാർത്ത പോലും ആ യുദ്ധക്കളത്തിൽ പരന്നു. ക്രൂരമായ ആ ആക്രമണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടി ചോരയൊഴുകി. അതിലുമപ്പുറം ഇസ്ലാമിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന നബിയുടെ ജീവനായ പ്രിയപ്പെട്ട പിതൃസഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70-ഓളം പ്രമുഖ സ്വഹാബികൾ ആ ഉഹ്ദിന്റെ മണ്ണിൽ ക്രൂരമായി രക്തസാക്ഷികളായി.
യുദ്ധം കഴിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹയുടെ ഭൗതിക ശരീരം കണ്ട നബി തിരുമേനിക്ക് ആ സങ്കടം താങ്ങാനായില്ല. തന്റെ പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ അവിടുന്ന് അത്രമേൽ കരഞ്ഞുപോയി. തങ്ങളുടെ നേതാവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴടങ്ങേണ്ടതിന്റെ പ്രാധാന്യവും അച്ചടക്കമില്ലായ്മ വരുത്തിവെക്കുന്ന വലിയ വിപത്തും ഈ യുദ്ധം മുസ്ലിങ്ങളെ പഠിപ്പിച്ചു. എങ്കിലും തന്റെ കൽപ്പന ലംഘിച്ച അനുയായികളോട് തിരുനബി പിന്നീട് അത്യധികം കാരുണ്യത്തോടെയാണ് പെരുമാറിയത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ കുഞ്ഞു ചാനൽ ഹിദായ വോയ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.